ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ്. പച്ചരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഹാർഡായി എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടും. അതിനുള്ള കുറച്ച് ടിപ്സ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. 250 ml കപ്പാണിത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കപ്പില്ല എങ്കിൽ ഗ്ലാസ്സിലെടുത്താലും മതി. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി ചേരുവകളും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അരി നല്ല പോലെ കഴുകിയെടുക്കുക. 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. ഞാനിവിടെ അരിയെല്ലാം നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ച് വയ്ക്കാം. രാവിലെ നമ്മൾ കുതിർക്കുകയാണെങ്കിൽ വൈകുന്നേരം നമ്മൾക്ക് അരച്ച് വയ്ക്കാൻ പറ്റും. ഇനി രാത്രിയാണ് നമ്മൾ കുതിർത്തിടുന്നതെങ്കിൽ രാവിലെ അരച്ച് വയ്ക്കണം. ഇനി വേണ്ടത് ഉഴുന്നാണ്. പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 പ്രാവശ്യം മാത്രം കഴുകിയെടുക്കുക. പച്ചരി നമ്മൾക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രാവശ്യം കഴുകിയെടുക്കണം. ഉഴുന്ന് 2 പ്രാവശ്യം മാത്രം കഴുകിയെടുത്താൽ മതി. ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കുറയാതിരിക്കാനായിട്ടാണ് ഉഴുന്ന് 2 പ്രാവശ്യം മാത്രം കഴുകിയാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഉഴുന്നൊക്കെ എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയുടെ ഉഴുന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉഴുന്ന് 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇനി കുതിർക്കാനായിട്ട് നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. പച്ചരി കുതിർക്കുമ്പോൾ നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് നമ്മൾ അരയ്ക്കാനെടുക്കുന്നത്. അതുകൊണ്ട് ഉഴുന്നിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുതിർത്ത വെള്ളം മുഴുവനായിട്ട് നമ്മൾക്ക് അരയ്ക്കാനെടുക്കണം. ഇനി ഉഴുന്ന് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വയ്ക്കാം. അല്ലെങ്കിൽ 1 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് കുതിർന്നതിന് ശേഷം ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെച്ചാലും മതി. അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് 4-5 മണിക്കൂർ ഉഴുന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അരിയും നല്ല പോലെ കുതിർന്നതിന് ശേഷം അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് 1 മണിക്കൂർ മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇപ്പോൾ ഉഴുന്ന് മാത്രമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 5 മണിക്കൂറെല്ലാം കഴിഞ്ഞു. അരി നന്നായി കുതിർന്നതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അരിയും ഉഴുന്നൊക്കെ നല്ല പോലെ തണുത്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് അരയ്ക്കുന്ന സമയത്ത് ഐസ് ക്യൂബ്സും കൂടെ നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നേരത്തെ തയ്യാറാക്കി വയ്ക്കുക. അരിയും ഉഴുന്നുമെല്ലാം നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അരി കുതിർത്ത വെള്ളം നമ്മൾക്ക് ആവശ്യമില്ല. ഉഴുന്ന് കുതിർത്ത വെള്ളം നമ്മൾക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ ഈ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ അരി അരയ്ക്കുമ്പോഴും ഈ വെള്ളം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് ഉഴുന്നെല്ലാം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം മാറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിർക്കാൻ യൂസ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉഴുന്ന് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഉഴുന്നും അരിയും തനിയെ അരയ്ക്കുന്നതാണ് നല്ലത്. ഉഴുന്ന് ഞാനിവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് മിക്സി ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം മിക്സി ചൂടായി കഴിഞ്ഞാൽ ഉഴുന്ന് ശരിക്കും പൊങ്ങിക്കിട്ടത്തില്ല, ഇഡ്ഡലി സോഫ്റ്റും ആവത്തില്ല. അതേപോലെ തന്നെ ഇഡ്ഡലിക്ക് നല്ല വെള്ള കളറും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് അരിയാണ് അരച്ചെടുക്കാനല്ലേ. അരി കുതിർക്കാനിട്ട വെള്ളം നമ്മൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് വെള്ളമെല്ലാം നല്ല പോലെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുക. ഗ്ലാസ്സിലാണ് അരി എടുത്തതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഉഴുന്ന് കുതിർക്കാനായിട്ട് യൂസ് ചെയ്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ 3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്. ഉഴുന്ന് മാത്രമാണ് നല്ല പേസ്റ്റായിട്ട് നമ്മൾക്ക് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അരിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അരിയും ഉഴുന്നൊക്കെ നല്ല പോലെ മിക്സായി കിട്ടണം. അതേപോലെ തന്നെ ഉപ്പും നന്നായിട്ട് മിക്സ് ആവണം. നമ്മൾ എത്രയും കൂടുതൽ കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് നമ്മൾക്ക് ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ചധികം നേരം ഇത് കുഴച്ചെടുക്കുക. ഞാനിവിടെ കൈ വെച്ചിട്ട് കുറച്ചധികം സമയം ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കരുത്. അതായത് കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു പോകും. അപ്പോൾ പിന്നെ 2ാമത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ദിവസത്തേക്കുള്ളതിൽ മാത്രം ഉപ്പിട്ട് വെച്ചാൽ മതി. ഉപ്പിടാതെ മാറ്റി വെച്ച മാവ് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നീട് ഉപ്പിട്ട് കൊടുത്താൽ മതി. മാവെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. 6-8 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരിക. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും.
ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം മാവെല്ലാം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിലൊക്കെ നല്ല പോലെ ബബിൾ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ മാവ് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട് വെച്ചതിന് ശേഷം വെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. വെണ്ണ തേച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടോടെ തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലി അടർത്തിയെടുക്കാൻ പറ്റും. ഇനി വെണ്ണ കയ്യിലില്ല എങ്കിൽ നല്ലെണ്ണ തേച്ച് കൊടുത്താലും മതി. ഇഡ്ഡലി തട്ട് നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇഡ്ഡലി തീരെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുക. ഇനി നമ്മൾക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എല്ലാ ഇഡ്ഡലി തട്ടിലും മാവ് ഒഴിച്ചതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഡ്ഡലി വേവിച്ചെടുത്താലും ഇഡ്ഡലി ഹാർഡായി പോവും. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 10 മിനിറ്റിൽ കൂടുതൽ വെച്ചാലും ഇഡ്ഡലി ഹാർഡാവും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടും. പിന്നെ 2 തട്ട് വെച്ച് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ 1 തട്ടേ വെച്ച് കൊടുക്കുന്നുള്ളൂ. മാവെല്ലാം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇഡ്ഡലിയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിത് തുറന്ന് നോക്കാം. ഇഡ്ഡലിയൊക്കെ നല്ല പോലെ പൊങ്ങി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചൂടോടെ തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ വെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇഡ്ഡലി എടുക്കുക. ഈ ഒരു അളവിൽ ഏകദേശം 24 ഇഡ്ഡലി ആയിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരുപാട് തരം ചമ്മന്തികളുടെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. തേങ്ങ തീരെ ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി, ഉള്ളി ചമ്മന്തി, പുതിന ചമ്മന്തി, റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കിട്ടുന്ന തക്കാളി ചമ്മന്തി, അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തരം ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പലതും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതായത് ഉഴുന്ന് തീരെ ചേർക്കേണ്ടാത്ത ടൈപ്പ് ഇഡ്ഡലി, അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഇഡ്ഡലി, റാഗി വെച്ച് തയ്യാറാക്കുന്ന ഇഡ്ഡലി, പിന്നെ എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലും ഇഡ്ഡലി പൊങ്ങി വരാനായിട്ടുള്ള കുറച്ച് ടിപ്സ്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പലതരം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോസാണ് അതെല്ലാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.